അങ്ങനെ അടുത്ത ദിവസം രാവിലെ തന്നെ ബുഡാപെസ്റ്റ് പാർലമെന്റിൽ എത്തി ടിക്കറ്റ് എടുക്കാനായിട്ട്. അങ്ങനെ 11:30 സ്ലോട്ട് കിട്ടിയിട്ടോ. അപ്പോൾ അതുവരെ എനിക്ക് കുറച്ച് ടൈം ഉള്ളതുകൊണ്ട് ഞാൻ ഫിഷർമാൻ ബാസ്റ്റനിലെ മോർണിംഗ് വ്യൂസ് കാണാൻ പോയി. ഒരു 9 ആയപ്പോഴാണ് ഞാൻ എത്തിയത്. അതുകൊണ്ട് തിരക്കൊക്കെ കുറവായിരുന്നു. ഇത് കണ്ടോ, നല്ല രസമാണ് ക്രിസ്മസ് മാർക്കറ്റ് കാണാനായിട്ട്. നല്ല ക്യൂട്ട് സാധനങ്ങളൊക്കെ നമുക്ക് ഇതേപോലെ കാണാൻ പറ്റും കേട്ടോ. അങ്ങനെ ഞാൻ ക്രിസ്മസ് മാർക്കറ്റിൽ നിന്ന് തന്നെ ഫുഡ് കഴിച്ച് ഒരു 11:15 ആയപ്പോഴേക്കും പാർലമെന്റ് എത്തി. 1885 ഈ പാർലമെന്റിന്റെ കൺസ്ട്രക്ഷൻ സ്റ്റാർട്ട് ചെയ്തത്. 17 ഇയേഴ്സ് എടുത്താണ് കേട്ടോ ഇത് കംപ്ലീറ്റ് ആക്കിയത്. ഇതിലെ ആർക്കിടെക്ചർ ലണ്ടനിലെ ഹൗസ് ഓഫ് പാർലമെന്റിനെ ഇൻസ്പയർ ചെയ്തിട്ടുള്ളതാണ്. പാർലമെന്റ് വിസിറ്റ് ചെയ്യാനായിട്ടുള്ള നോർമൽ പ്രൈസ് 32 euros ആണ്. അങ്ങനെ പാർലമെന്റ് വിസിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ നേരെ ഫുഡ് അടിക്കാൻ പോയി. അങ്ങനെ ഞാൻ ലഞ്ചൊക്കെ കഴിച്ച് നേരെ പോയത് സിറ്റി പാർക്കും ഹീറോ സ്ക്വയർ കാണാനാണ്. ഈ മെട്രോ സ്റ്റേഷനിൽ വൺ ഓഫ് ദി ഓൾഡസ്റ്റ് മെട്രോ ലൈനിന്റെ ഒരു പാർട്ടായിട്ട് വരും. അങ്ങനെ മെട്രോ ഇറങ്ങി ഒരു 5 മിനിറ്റ് നടന്ന് ഈ കാണുന്ന ഹീറോ സ്ക്വയർ എത്തുവേ. ഈ ഹീറോ സ്ക്വയറിന്റെ തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ സിറ്റി പാർക്കും വരുന്നത്. ഈ സിറ്റി പാർക്കിന്റെ ഉള്ളിൽ കൂടെ നടക്കുമ്പോൾ കാണുന്ന ഒരു പാലസ് ആണ്. കാണാൻ നല്ല രസമില്ലേ? ഇവിടെ ഒരു മ്യൂസിയം വരുന്നുണ്ട്, പക്ഷെ നമ്മൾ അതിൽ കയറിയില്ല. അങ്ങനെ മ്യൂസിയത്തിന്റെ പുറത്തൊക്കെ ചുറ്റിക്കണ്ട് ഞാൻ നേരെ പോയത് ദൈവനെ കാണാനാണ്. ഇതൊരു മിനി ഡ്രാക്കുള സ്റ്റാച്ചു ആണ്. നല്ല ക്യൂട്ടല്ലേ കാണാനായിട്ട്. ഈ കാണുന്ന ഷോപ്പിൽ നിന്ന് ഞാൻ ഒരു കോഫിയൊക്കെ കുടിച്ച് പിന്നെ പോയത് ഹൗസ് ഓഫ് മ്യൂസിക് ഹംഗറിയിലേക്കാണ്. ഇതൊരു കൾച്ചറൽ സെന്റർ ആണ്. ഞാൻ അങ്ങനെ ടിക്കറ്റ് എടുത്തത് ഈ കാണുന്ന സൗണ്ട് ഡോമിനാണ്. കറക്റ്റ് പേര് മറന്നു കേട്ടോ. ഇതൊരു 1 മണിക്കൂറിന്റെ ഷോ ആയിരുന്നേ. അതിൽ ഞാൻ ഒരു 10 മിനിറ്റ് ഉറങ്ങി കാണും. എന്നാലും നല്ലതായിരുന്നു. അവിടുന്ന് ഞാൻ ഇറങ്ങി കുറച്ചങ്ങ് നടന്നപ്പോഴേക്കും ഇങ്ങനെ ഒരു സെറ്റപ്പ് കണ്ടേ. ക്രിസ്മസ് ഒക്കെ ആയതുകൊണ്ട് ചിലപ്പോൾ ടെമ്പററി ആയിട്ട് സെറ്റ് ചെയ്തായിരിക്കും കേട്ടോ. ഈ കാണുന്ന സാധനമില്ലേ, അതിൽ ഞാൻ കയറിയായിരുന്നു. എൻ്റെ കിളി പോയില്ലാന്നേ ഉള്ളൂ. അങ്ങനെ റൈഡിൽ കയറിയ ഹാങ് ഓവർ മാറ്റാനായിട്ട് ഞാൻ തിരിച്ചങ്ങ് നടന്നു. ഇനി എൻ്റെ നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ ഒരു റൂയിൻ ബാറാണ്. സിമ്പിളാക്കിട്ട് പോകുന്ന വഴിക്ക് ഇവിടെ ഒരു ഫുഡ് കോർട്ട് ഞാൻ പാസ് ചെയ്തായിരുന്നു. അങ്ങനെ ഞാനൊരു 7:38 ഒക്കെ ആയപ്പോഴേക്കും ഈ ബാറിലെത്തിയായിരുന്നു കേട്ടോ. ആ ടൈമായിട്ട് പോലും ഈ ബാറിൽ നല്ല തിരക്കായിരുന്നു. റൂയിൻ ബാറിന്റെ കൺസെപ്റ്റ് എന്ന് വെച്ചാൽ ഓൾഡ് ബിൽഡിങ്ങിനെ ബാറാക്കിയതാണ് കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് കുറേ റൂംസ് കാണാൻ പറ്റുമേ. അവിടെ നിന്ന് ഞാനൊരു വൈനാണേ കുടിച്ചത്. ഇത് കണ്ടോ, ഓരോ റൂംസും ഭയങ്കര ക്രിയേറ്റീവായിട്ട് ഡെക്കറേറ്റ് ചെയ്തേക്കുന്നത്. ഇതാണ് ഇതിൻ്റെ അപ്സ്റ്റേഴ്സ്. അങ്ങനെ ഞാൻ ഓരോ റൂമിലും കയറി ഇറങ്ങി നടന്നു. ഇത് കണ്ടോ, ഒരു റൂമിൽ ഒരു ലൈവ് കോൺസെർട്ട് ഉണ്ടായിരുന്നു. ഈ പാട്ട് ഞാൻ കുറച്ചു നേരം കേട്ടിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് ഞാൻ ഡിന്നറൊക്കെ കഴിച്ചിട്ട് പിന്നെ നേരെ റൂമിലേക്ക് പോയി. ഇനി അടുത്ത വിശേഷമായി നെക്സ്റ്റ് വ്ലോഗിൽ കാണാം. ബൈ.